ഇടുക്കി യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തൊടുപുഴയിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ പ്രകോപന മുദ്രാവാക്യം വിളിച്ചതിലാണ് നടപടിയുണ്ടായത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, അപ്പോൾ സംസ്ഥാനത്താകെ വി ഡി സതീശന് വേണ്ടി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടന്നിരുന്നു. തൊടുപുഴയിൽ പക്ഷേ എന്താണ് സംഭവിച്ചത്? കടുത്ത നടപടിയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു യൂത്ത് ലീഗ് എന്ന നേതൃത്വത്തിൽ തൊടുപുഴയിൽ ആഹ്ലാദ പ്രകടനം നടന്നത്. ഇതിനിടയിലാണ് ജി സുകുമാരൻ നായരെയും അതുകൂടാതെ വെള്ളാപ്പള്ളി നടേശനെയും പേരെടുത്തുകൊണ്ട് വിമർശിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. വേട്ടപ്പെട്ടിയോട് ഉപമിച്ചുകൊണ്ടായിരുന്നു ഇരുവർക്കുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തത്. അതുകൂടാതെ കേരള മണ്ണിലെ നിയമങ്ങൾ ലീഗ് പറയും, അഭിമാനത്തിൽ അസ്തിത്വം ആരുടെ മുന്നിലും പണയം വെക്കാനാകില്ല തുടങ്ങിയ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു പ്രവർത്തകർ മുഴക്കുകയും ചെയ്തത്. ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ വിവാദത്തിന് കാരണമായി. കെ സുരേന്ദ്രൻ അടക്കം ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് സംസ്ഥാന നേതൃത്വം പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാർട്ടിയുടെ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കാത്ത രീതിയിലും പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കിയതിനും പ്രകടനം നടത്തിയതിനും ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നു എന്നാണ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ ഈ ആഹ്ലാദ പ്രകടനം ഇന്ന് വൈകിട്ടോടുകൂടി വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നു. അതിന് പിന്നാലെ നടപടി വേണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നതിന് തൊട്ടു പിന്നാലെ കൂടിയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്.